അടുത്ത അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ യൂട്യൂബ് സ്പേസിലും ടെലഗ്രാം സ്പേസിലും വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും ഒക്കെ ഇതിൻ്റെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരാം, പഠിച്ചു തുടങ്ങേണ്ട സമയമായോ? അപ്പോൾ ഓൾറെഡി നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള ക്വയറീസ് നമുക്ക് നിരന്തരമായിട്ട് ലഭിച്ചതിന് ശേഷം നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 2026 എന്തായാലും നിങ്ങൾക്കൊരു സെപ്റ്റംബറോടുകൂടി ഇതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2026 എൻഡോടുകൂടി നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ പി എസ് സിയുടെ പുതിയ പാറ്റേൺസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ലിസ്റ്റ് വന്നതിന് ശേഷം ആ ലിസ്റ്റ് നിലനിൽക്കെ തന്നെ 1.5 വർഷം കഴിയുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി, ലീഗൽ മെട്രോളജി ഒക്കെ എക്സാമിൻ്റെയൊക്കെ ലിസ്റ്റ് ഇപ്പം നിലനിൽക്കുമ്പോൾ തന്നെയാണ് 1.5 വർഷമൊക്കെ ആയിട്ടുള്ളതിൻ്റെയൊക്കെ ലിസ്റ്റ് വന്നിട്ട് 2 വർഷം. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. പി എസ് സി വളരെ സിസ്റ്റമാറ്റിക് ആണ്. നേരത്തെ തന്നെ എക്സാംസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു ഷെഡ്യൂൾസ് ഫോളോ ചെയ്താണ് പി എസ് സി ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഇതിന് വേണ്ടി ഇത് ഒരു ക്ലാരിഫിക്കേഷൻ, കുറച്ചുകൂടെ കൺഫർമേഷൻ ലഭിക്കാൻ വേണ്ടി ഓൾറെഡി RTIs ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ RTI ഫയൽ ചെയ്തു, നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ പി എസ് സിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിക്ക് ലഭിച്ച റിപ്ലൈ ആണ്, ദ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ for the post will be published in April 2026. അപ്പോൾ നമുക്ക് എന്താണ്, ഇറ്റ്സ് ഒഫീഷ്യൽ നൗ. ഓക്കെ, അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല, കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളുക. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ പൂർത്തിയാക്കിയവർക്കാണ് അവസരം. പഴയതുപോലെ നമുക്ക് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഹെവി ലൈസൻസ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള BTech ഉദ്യോഗാർത്ഥികളും ഈ എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ടാവും. പിന്നെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ല BTech ഇൻ മെക്കാനിക്കൽ ഉള്ളവരുടെ ചലഞ്ച് എന്താ, അവർക്ക് ഓട്ടോമൊബൈൽ പഠിക്കേണ്ടി വരും. ഈ ഓട്ടോമൊബൈൽ ഉള്ളവർക്ക് ചലഞ്ച് എന്താ, കാര്യമായിട്ട് മെക്കാനിക്കലിൽ പഠിക്കേണ്ടി വരും. ഇനി ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്, എക്സാമിൻ്റെ സിലബസിൽ നമുക്ക് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ്, നേരത്തെ നമ്മൾ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള എഡ്ജ് ലഭിക്കും. ഇനിയും ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹൈറ്റ് എത്ര വേണം, ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഹിറ്റ് ചെയ്യുന്ന ഒരു ഹൈറ്റാണ് എന്താണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്. പിന്നെ മെഡിക്കൽ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ എന്താണ് അതിനെപ്പറ്റി ഐഡിയ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈം ഇതിന് അപ്ലൈ ചെയ്തിരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 10,000 ഉദ്യോഗാർത്ഥികളായിരുന്നു കൺഫർമേഷൻ കൊടുത്തത്. 9,000 ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തു. അതിൽ എന്താണ് 606 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇതുവരെ 121 പേർക്ക് എൻ്റെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റ്, അതിൽ ഒരു നിയർലി 600 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും 1000 പേരെ ഉൾപ്പെടുത്തിയുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ 200-300 പേർക്ക് ജോലി ലഭിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുമ്പം അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ജോബ് പ്രൊഫൈലും കൊണ്ടും സാലറി സ്കെയിലും കൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യ അഡ്വൈസിൽ എന്താണ് നമ്മൾ കയറിപ്പോകാനുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തണം. അതിനുവേണ്ടി ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ 2026 നമുക്ക് ഇങ്ങനൊരു കൺഫർമേഷൻ പി എസ് സിയുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ 1 വർഷം കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1.5 വർഷം 2027 പകുതിയോടുകൂടി എന്താണ് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ചാൻസ് ലഭിക്കും. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി ഇതിൻ്റെ ലോങ് ടൈം ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ടൈം ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് എന്താണ് നമ്മുടെ ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങാം. അത് നമുക്ക് ഓൺലൈൻ ബാച്ചാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം കുറേ അധികം നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓഫ്ലൈൻ ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഓഫ്ലൈൻ ബാച്ച് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. കാരണം പി എസ് സിയുടെ ഇങ്ങനെയുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് എന്താണ് താമസിക്കാതെ തന്നെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഈ വർഷം എൻഡിലേക്ക് നമുക്ക് ഇതിൻ്റെ എക്സാംസും എന്ത് ചെയ്യാം, എഴുതാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓഫ്ലൈൻ ഹൈബ്രിഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എന്തായിരിക്കും, കാരണം കൂടുതൽ ചിലവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളല്ല, അവർക്ക് കൂടുതൽ സമയം എന്താണ് സ്പെൻഡ് ചെയ്ത് പഠിക്കാനായിരിക്കും താല്പര്യം. കുറച്ച് പേരൊക്കെ ജോലിയിൽ നിന്ന് മാറി അല്ലെങ്കിൽ ലീവ് എടുത്തിട്ട് അല്ലെങ്കിൽ എക്സാം ഇപ്പം അവരുടെ ഡിഗ്രീസോ അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് സമയം കാണും എന്താണ് ഫുൾ ടൈമായിട്ടിരുന്ന് പഠിക്കാനായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഓഫ്ലൈൻ ബാച്ച് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ഫാക്കൽറ്റീസിനോടൊക്കെ നേരിട്ട് ക്ലാസ് റൂം ഫീൽഡിലൊക്കെ ഇരുന്ന് പഠിച്ച് അവർക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ,
അപ്പം ഒപ്പം ഇനി ഓഫ്ലൈനിൽ നിങ്ങൾക്ക് 1-2 ക്ലാസ്സുകൾ മിസ്സാകുവാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ലഭിക്കും. കാരണം ബാച്ച് ഹൈബ്രിഡ് ആണ്. അതേപോലെ ധാരാളം ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടുള്ള ചെയ്യാനുള്ള സംവിധാനം ഈ ബാച്ചിലുണ്ടാവും. പിന്നെ ജോലിയോടൊപ്പം പഠിക്കുന്നവർക്ക്, ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്ന് പഠിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇനിയും കുറേ അധികം നമ്മുടെ ആപ്പിൽ 99% ആളുകളും ലോങ് ഡിസ്റ്റൻസ് ആണ്. അതർ സ്റ്റേറ്റ്സിലിരുന്ന് ജോലിയിലിരുന്നും എന്താണ് മുസാദിഖിനെ പോലുള്ള ഉദ്യോഗാർത്ഥികൾ ഗൾഫിൽ നിന്നൊക്കെ ഇതേപോലെ പഠിച്ച് ഇപ്പോൾ എന്താണ് ടർണർ മെഷീനിസ്റ്റ് എക്സാം ഒക്കെ എഴുതി അദ്ദേഹം 2ാം റാങ്ക് നേടി ഇപ്പം ജോലിയിൽ അദ്ദേഹം പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പം ഓവർസീസിൽ നിന്ന് ജോലിയോടൊപ്പം ഒരു ഹെക്ടിക് ജോലിയോടൊപ്പം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അതേപോലെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്ന് എന്താണ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. എല്ലാവർക്കും ക്ലാസ് റൂം ഫീൽഡിൽ നിന്ന് പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പം നിങ്ങളുടെ സൗകര്യം എന്താണോ നമുക്ക് അതിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തായാലും പഠിച്ചു തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഏണസ്റ്റ് അക്കാഡമി കഴിഞ്ഞ തവണ ഇതിൻ്റെ കോച്ചിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമേ ക്ലാസ്സുകൾ ഓൺലൈൻ ഓഫ്ലൈനും നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തത്. വലിയൊരു വിജയ ശതമാനം നമുക്ക് കഴിഞ്ഞ MBA ബാച്ചിൽ നിന്ന് കിട്ടി. നമ്മുടെ സ്റ്റുഡൻസ് എന്താണ് ഇപ്പം ജോലിയിൽ പ്രവേശിച്ച് അവർ അഡ്വൈസ് ലഭിച്ച് അവരുടെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പാസിംഗ് ഔട്ട് പരേഡിനെല്ലാം ശേഷം അവരെന്താ ചെയ്തിട്ടുണ്ട്, ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ചിൻ്റെ എന്താണ് പാസിംഗ് ഔട്ട് സെറമണി താമസിക്കാതെ ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ പാസിംഗ് ഔട്ട് സെറമണി കാണാൻ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു അവസരം ഉറപ്പായിട്ടും ഉണ്ടാവും. കഠിനാധ്വാനം ചെയ്യാൻ റെഡിയാണെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളുക. ഒപ്പം മെക്കാനിക്കലുകാർക്ക് ഇപ്പോൾ ഓൾറെഡി കുറേ വേറെ അധികം വേക്കൻസീസും ഉണ്ട്. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോർട്ട്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇറിഗേഷൻ, പിന്നെ എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റായിരുന്നു ലീഗൽ മെട്രോളജി. ഇപ്പോൾ 2026 നിങ്ങൾ കാര്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ജോബിൽ നിങ്ങൾക്ക് എന്തായാലും കയറി പറ്റാൻ സാധിക്കും. നിങ്ങൾക്കറിയാം ഏണസ്റ്റ് അക്കാഡമി കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായിട്ട് ഡിഫറെൻറ്റ് സ്ട്രീംസിൽ ടെക്നിക്കൽ പോസ്റ്റുകളുടെ എല്ലാ കോച്ചിങ്ങുകളും നമ്മൾ നടത്തി വരുവാണ്. നമ്മൾ നടത്തിയ എക്സാംസിലൊക്കെ വലിയ വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചേക്കുന്നത്. റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പ് റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം റാങ്ക് ലിസ്റ്റിൻ്റെ വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മുടെ മെൻറ്റേഴ്സും ഫാക്കൽറ്റീസും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഒപ്പം കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.